ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ് ഇൻവെസ്റ്റേഴ്സ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. പഹൽഗ്രാം പാക് ടെറർ അറ്റാക്കിന് ഒരു കനത്ത മറുപടി ഇന്ത്യൻ സൈന്യം കൊടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലുള്ള ഈ ഓരോ ഓപ്പറേഷൻ പാകിസ്ഥാനിലേക്കും പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലും ഇന്ത്യൻ സൈന്യം കനത്ത ഒരു തിരിച്ചടി കൊടുത്തതാണ് ഇന്നത്തെ ഒരു പ്രധാന വാർത്ത. നിങ്ങളിൽ ഏറെക്കുറെ ആളുകൾ ഇത് ഓൾറെഡി തന്നെ അറിഞ്ഞു കാണും. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓൾറെഡി നിഫ്റ്റി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. ഇന്ന് മോക്ക് ഡ്രില്ലുണ്ട്. 1971 ശേഷം ഇന്ത്യ നടത്തുന്ന മോക്ക് ഡ്രില്ലാണ്. പവർ ഇൻട്രപ്ഷൻ ഉൾപ്പെടെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്നുള്ള ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അപ്ഡേറ്റ് വരും. അപ്പോൾ അതാണ് മാർക്കറ്റിലുള്ള പ്രധാന ന്യൂസ്. ഇന്നലെ ബാങ്ക് ഓഫ് ബറോഡ ഏകദേശം ഒരു 10% ഫോള് ചെയ്തതിനെ തുടർന്ന് PSU ബാങ്കിങ് സെക്ടർ വീക്കായിരുന്നു. കൂടാതെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഫാർമ സ്റ്റോക്കുകൾക്ക് ഫാർമ സെക്ടറിന് താരിഫ് ഇമ്പോസ് ചെയ്യുമെന്നുള്ള ന്യൂസിനെ തുടർന്ന് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും നെഗറ്റീവിൽ റിയാക്ട് ചെയ്തു. സിപ്ലയും ഡോക്ടർ റെഡ്ഡി ഉൾപ്പെടെയുള്ളത്. എന്നാൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ട്രേഡ് ചെയ്തിരുന്ന അതേ സമയത്ത് US ഫ്യൂച്ചർ നെഗറ്റീവായിരുന്നു. US മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ നാസ്ഡാക്കും ഡോയും നെഗറ്റീവിൽ തന്നെ ട്രേഡ് അവസാനിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ US ചൈനയും തമ്മിൽ ഒരു ട്രേഡ് ടോക്ക് നടക്കുമെന്നുള്ള ഒരു കാരണത്തെ തുടർന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ 300 പോയിൻ്റ് അപ്സൈഡാണ്. ഈ ഒരു അപ്സൈഡ് നമുക്ക് അത് റിയാക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നാണ് കാണുന്നത്. കാരണം ബോർഡർ ടെൻഷൻ ഗുരുതരാവസ്ഥയിലാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മോക്ക് ഡ്രില്ലും നടക്കുന്നുണ്ട്. ഇനി ഈ ഒരു സാഹചര്യത്തിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. 3700 CRൻ്റെ ബൈ FIs നടത്തിയപ്പോൾ DIs സ്വാഭാവികമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി 1300 CRൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള മാർക്കറ്റിലുള്ള അപ്ഡേറ്റ്. ഇന്നത്തെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. BSE കമ്പനി നെറ്റ് പ്രോഫിറ്റ് 494 കോടി രൂപയാണ് ഇത്തവണ കരസ്ഥമാക്കിയത്. 100 കോടി രൂപയായിരുന്നു കഴിഞ്ഞ തവണയുള്ള പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് വലിയ തോതിൽ ഉയർന്നു. ഗോദ്രേജ് കൺസ്യൂമർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 412 കോടി രൂപയാണ് അവർ ഈ തവണ കരസ്ഥമാക്കിയത്. കഴിഞ്ഞ തവണ 1893 കോടി രൂപയുടെ ലോസ് ഉണ്ടാക്കിയ കമ്പനിയാണ്. NSE കമ്പനി നെറ്റ് പ്രോഫിറ്റ് 47% സ്പൈക്ക് ഉണ്ടായി. കമ്പനി 35 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. അപ്റ്റസ്റ്റ് വാല്യൂ ഹൗസിംഗ് കമ്പനി 160 നിന്ന് 207 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ആരതി ഡ്രഗ് കമ്പനി 47 CR നിന്ന് 62 CR പ്രോഫിറ്റ് ഉയർത്തി. റാഡിക്കോൺ കെയ്ത്തൻ കമ്പനി 53 CR നിന്ന് 92 CR പ്രോഫിറ്റ് ഉയർത്തി. HPCL കമ്പനി 3023 CR നിന്ന് 3350 CR പ്രോഫിറ്റ് ഉയർത്തി. പിരഫൽ എൻ്റർപ്രൈസസ് കമ്പനി 1037 CR നിന്ന് 100 CR പ്രോഫിറ്റ് കുറഞ്ഞു. പ്രദീപ് ഫോസ്ഫേറ്റ് കമ്പനി 20 CR നിന്ന് 160 CR പ്രോഫിറ്റ് ഉയർത്തി. KE ഇൻഡസ്ട്രീസ് 169 CR നിന്ന് 230 CR പ്രോഫിറ്റ് ഉയർത്തി. MGL കമ്പനി 223 CR നിന്ന് 250 CR പ്രോഫിറ്റ് ഉയർന്നു. കൻസായി നിറല കമ്പനി 101 CR നിന്ന് 123 CR പ്രോഫിറ്റ് ഉയർത്തി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. നേരത്തെ ബോർഡർ ടെൻഷനും അങ്ങനെയുള്ള കാര്യങ്ങളും മാർക്കറ്റ് റിയാക്ട് ചെയ്യപ്പെടും. കോഷ്യസ് ആവുക. താങ്ക് യു.